വീടെന്നൊരു സ്വപ്നം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ആലോചനയാണ് ആദ്യം തന്നെ ചെയ്തത്. കാരണം മക്കളും വൈഫും എല്ലാവരും കൂടി ഇരുന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു എങ്ങനെയുള്ള വീട് വേണം, എത്തരത്തിലുള്ള വീട് വേണം എന്നുള്ളത്. പിന്നെ ദൈവം നമുക്ക് അത് എപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിനേക്കാൾ ഉപരി എന്നും നമുക്ക് സാധിച്ചു തന്നിട്ടുള്ളൂ. എൻ്റെ പേര് ബ്രയാൻ സാംസൺ. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്ന് പറയുന്നത്, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അപ്പം ഞാൻ സുഭാഷ് അങ്കിളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ റൂമിൻ്റെ കളർ ബ്ലൂ ആയിട്ട് മതിയെന്ന്. അതുപോലെ എന്നെ കിട്ടി. പിന്നെ ഈ സ്റ്റഡിയിങ് ഏരിയൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കബോർഡ് ഉണ്ട്. അതിലെൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോൻ്റെയും ഒരു വിൻറ്റേജ് കാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. സുഭാഷ് എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെയാണ് നമ്മൾ സമീപിച്ചത്. അപ്പോൾ പലരിലും വിട്ടൊരു വ്യത്യസ്തമായ ഒരു രീതിയാണ് നമുക്ക് കാര്യമായിട്ട് കൺസ്ട്രക്ഷൻ്റെ സുഭാഷ് എന്ന് പറയുന്ന ആ ആർക്കിടെക്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ പേര് ലൈലാറ സാംസൺ. സുഭാഷങ്ങളുടെ അടുത്ത് എനിക്ക് ഡാർക്ക് കളർ, കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് വേണമെന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുഭാഷങ്ങൾ കുറച്ച് കളേഴ്സ് തന്നു. അതിൽ എനിക്കിഷ്ടമായ കളറ് ഇതാണ്, ബ്രിക്ക് ഓറഞ്ച്. അപ്പോൾ അതിട്ടപ്പോൾ ഫസ്റ്റ് 3D തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ ചേഞ്ചൊന്നും വരുത്തിയില്ല. പിന്നെ എൻ്റെ ബെഡിൻ്റെ 2 സൈഡിലുള്ള വുഡ് പാനൽ കട്ടുണ്ട്. അത് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അതിന് നല്ല ഭംഗി, അതെനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് ആകെ കൂടിയുള്ള നിർബന്ധം എന്താണെന്ന് വെച്ചാൽ പൂൾ സൈഡിലായിരിക്കണം റൂമെന്നായിരുന്നു. അത് അതിനനുസരിച്ച് എനിക്ക് തന്നു. പിന്നെ എനിക്ക് ഫുൾ മിറർ വേണമെന്നുണ്ടായിരുന്നു, അതും ഉണ്ട്. ഹായ്, എൻ്റെ പേര് നിഖേത സാംസൺ. വീടിൻ്റെ ആദ്യം പ്ലാനൊക്കെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനത്തെ റൂമാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയേണ്ടതില്ല, എനിക്ക് ഹോം തിയേറ്ററിൻ്റെ അടുത്തുള്ള റൂം വേണം, വേറെ എന്ത് എനിക്കില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് ഹോം തിയേറ്ററിൻ്റെ അടുത്ത് റൂം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു റൂമിൻ്റെ അകത്ത് ഇൻറ്റീരിയേഴ്സും അതിൻ്റെ കളേഴ്സൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ബേസ് ഒരു ലൈറ്റ് കളർ, അതായത് ഗ്രേയോ ആഷോ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് കുറച്ച് മിനിമലായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ 2 കളേഴ്സിലേക്ക് എത്തിയത്. പിന്നെ നാച്ചുറൽ ലൈറ്റിംഗ് നന്നായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ഏറ്റവും നല്ല നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള റൂമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഡ്രസ്സിങ് റൂമിനെ പറ്റി പറയുമ്പോൾ അവിടെ എനിക്ക് ഒരു ഡ്രസ്സിങ് ടേബിളും പിന്നെ ഒരു ഫുൾ ലെങ്ത് മിററും, അതായത് റെഡി ആയി കഴിയുമ്പോൾ ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് സുഭാഷങ്ങളോട് പറഞ്ഞപ്പോൾ ആളെനിക്ക് അതും സെറ്റ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ മൊത്തത്തിൽ എനിക്ക് എൻ്റെ റൂം നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ സീലിംഗ് ആണ്. അതൊരു എനിക്കെന്തോ ആ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ്, എൻ്റെ പേര് ടൈനാമിയ സാംസൺ. എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റൂം പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ സുഭാഷങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രീനും യെല്ലോയും ഉള്ളൊരു തീം വേണമെന്ന്. അപ്പോൾ സുഭാഷങ്ങൾ പറഞ്ഞു ട്രൈ ചെയ്യാം. പിന്നെ റൂം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി. ഇവരിങ്ങനെ ഓരോ സാധനങ്ങളും ഫോട്ടോസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇരിക്കുന്ന ആ പാവ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ സ്റ്റാച്ചു ഇഷ്ടമായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് വേണം, അപ്പം അത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണത്. പിന്നെ എനിക്ക് മിററുള്ള ഷെൽഫ്, അതായത് അത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തു. പിന്നെ ഒരു ഗ്രീനറി വ്യൂ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീനറി കിട്ടാവുന്ന ഭാഗത്തിന് അതും എനിക്ക് കിട്ടി. എനിക്കിഷ്ടമായി ഈ റൂം, ഞാൻ ഹാപ്പിയാണ്.
വ്യത്യസ്തമായ എല്ലാത്തിനും വിട്ട് ഒരു യൂണിക്കായിരിക്കണം. അതെനിക്ക് വീടും ഒരു യൂണിക്കാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന. അതുപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചു വീടൊരു യൂണിക്കായിരിക്കണം. അതുമാതിരി തന്നെ ഓരോ ഏരിയയും യൂണിക്കായിരിക്കണം, ഓരോ ബെഡ്റൂമും യൂണിക്കായിരിക്കണം. കളർ തീംസ് അതെല്ലാം വളരെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ കളറിലേക്ക് കടന്നു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു സുഭാഷിന് വളരെ എൻ്റെ മനസ്സിനെയോ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സിനെയോ വൈഫിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കളർ കോഡുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു വലിയ സന്തോഷമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് മിറ്റൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു അനുഗ്രഹമാണ് അത് കിട്ടിയത് തന്നെ. അപ്പോൾ വന്നിരിക്കുമ്പോൾ വലിയ ഒരു സന്തോഷമാണ്, അത് വലിയൊരു സമാധാനമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ സമയങ്ങളിലാണെങ്കിലും രാത്രി സമയങ്ങളിലാണെങ്കിലും അത് മൊത്തത്തിൽ ലോണിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു ഫ്രീ മൈൻഡായിട്ട് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ഇല്ലാതെ ആക്കാനും അതിന് പറ്റുന്നൊരു സിറ്റുവേഷനാണത്. നമുക്ക് ഈ വീട്ടിൽ 2 കിച്ചണാണുള്ളത്. അതിൽ മെയിൻ കിച്ചൺ വൈറ്റ് തീമാണ്. ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മുതൽ ഞങ്ങൾക്ക് വൈറ്റ് വേണം, മെയിൻ കിച്ചണിന് വൈറ്റ് വേണമെന്ന് വീട്ടിലെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ചിന്തിച്ചിരുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം മെയിൻ കിച്ചൺ നമ്മൾ വൈറ്റ് തീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഐലൻഡ് കിച്ചൺ വേണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ ടൈം ഫാമിലി ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിനായാലും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നോക്കി ഐലൻഡ് കിച്ചൺ വേണമെന്ന് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ ചെയ്തു. ഇത് അപ്പനും അമ്മയുടെ ബെഡ്റൂമാന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും എപ്പോഴും ഇവിടെ ആയിരിക്കും. അതായത് കിടന്നുറങ്ങുന്നതാണെങ്കിലും എല്ലാവർക്കും സെപ്പറേറ്റ് റൂമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ഇവിടെ ആയിരിക്കും കിടന്നുറങ്ങുക. പിന്നെ ഈ റൂം ഒരു വുഡൻ ഗ്രേ ഫിനിഷിലാണ് വന്നിരിക്കണേ. അതിൻ്റെ സീലിങ്ങിലും ഒരു വുഡിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ വാക്ക് ഇൻ ക്ലോസറ്റ് ഉണ്ട്. അതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ അകത്ത് തന്നെയാണ് ഡ്രസ്സ് മാറലും. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യുക. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണ സ്ഥലം ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടെയാണ്. ഞങ്ങളുടെ സന്തുഷ്ടമായ കുടുംബമാണ് ഞങ്ങൾ ഈ ഇരിക്കുന്നത്. 6 പേരാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. വൈഫ് ദീപ, മൂത്ത ആൾ നെയ്ൻ നികേത, രണ്ടാമത്തെ ആൾ ലെയിൻ ലാറ, മൂന്നാമത്തെ ആൾ ടെയിൻ ടാമിയ, 4ാമത്തെ ആൾ ബ്രയാൻ. ഞങ്ങളുടെ ഈ കുടുംബം ഏവിലെ പാരഡൈസോ എന്ന് പറയുന്ന ഈ സ്വർഗത്തിൽ ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നതും. ആ സന്തോഷം ഞങ്ങൾക്ക് നിറഞ്ഞു തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ